ക്രിക്കറ്റ് മൈതാനത്ത് വിരാട് കോഹ്ലിയും ഓസ്ട്രേലിയൻ കളിക്കാരും തമ്മിലുള്ള പോരാട്ടങ്ങൾ എല്ലാ കാലത്തും ആവേശം നിറഞ്ഞതാണ്. ഓസീസ് മണ്ണിലെ കടുത്ത സമ്മർദ്ദങ്ങൾക്കിടയിലും ശത്രുതാപരമായ അന്തരീക്ഷത്തിനിടയിലും കോഹ്ലി കൂടുതൽ കരുത്തനാകുന്ന കാഴ്ച നമ്മൾ പലതവണ കണ്ടിട്ടുണ്ട്. IPL ട്രാവിസ് ഹെഡുമായി ഉണ്ടായ വാക്കേറ്റം മുതൽ ടെസ്റ്റ് പരമ്പരയിലെ വാശിയേറിയ പോരാട്ടങ്ങൾ വരെ ഇതിന് ഉദാഹരണമാണ്. എന്നാൽ 2014, 2015 കാലഘട്ടത്തിലെ ബോർഡർ ഗവാസ്കർ ട്രോഫിക്കിടെ ഓസീസ് പേസർ മിച്ചൽ ജോൺസണുമായി ഉണ്ടായ ഒരു കടുത്ത മുഖാമുഖത്തിൽ കോഹ്ലി അതിരുവിടാതെ താൻ എങ്ങനെയാണ് ഇടപെട്ടതെന്നും കോഹ്ലിയെ എങ്ങനെയാണ് തടഞ്ഞതെന്നും രവി ശാസ്ത്രി ഒരു അഭിമുഖത്തിൽ വെളിപ്പെടുത്തുകയുണ്ടായി. കോഹ്ലിയുടെ ലൈഫ് സ്റ്റൈൽ ബ്രാൻഡായ 180 വേണ്ടി നടത്തിയ പോഡ്കാസ്റ്റിൽ ശാസ്ത്രിയോടൊപ്പം പങ്കെടുത്തപ്പോഴാണ് മെൽബൺ ടെസ്റ്റിലെ ആ ചൂടേറിയ സംഭവം ഇരുവർക്കുമിടയിൽ ചർച്ചയായത്. ശാസ്ത്രി കഥ പറഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ കോഹ്ലി ചിരി അടക്കാനാകാതെ ഇരിക്കുന്നത് വീഡിയോയിൽ വ്യക്തമായി കാണാൻ പറ്റുമായിരുന്നു. മെൽബൺ ടെസ്റ്റിൻ്റെ തുടക്കത്തിൽ മിച്ചൽ ജോൺസൺ എറിഞ്ഞ ആദ്യ പന്ത് തന്നെ വിരാട് കോഹ്ലിയുടെ ഹെൽമെറ്റിലാണ് വന്നിടിച്ചത്. ഇതോടെ ഇരുവരും തമ്മിലുള്ള വാക്പോര് കടുക്കാൻ തുടങ്ങി. ഉച്ചഭക്ഷണത്തിനായി പിരിയുമ്പോഴും ഇരുവരും പരസ്പരം വാക്കേണ്ടത്തിലായിരുന്നു. അത് മെൽബൺ ടെസ്റ്റായിരുന്നു. ആദ്യ പന്ത് തന്നെ മിച്ചൽ ജോൺസൺ വിരാടിൻ്റെ തലയ്ക്ക് മുകളിലൂടെ പന്തെറിഞ്ഞു. അതുകൊണ്ട് തന്നെ അവർ നിരന്തരം കോർത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഉച്ചഭക്ഷണ സമയത്ത് വിരാട് കോഹ്ലി ഡ്രസ്സിംഗ് റൂമിലേക്ക് കയറി വന്നപ്പോഴും മിച്ചൽ ജോൺസനെ ദേഷ്യത്തോടെ നോക്കുകയായിരുന്നു. അവൻ നിയന്ത്രണം വിടുകയാണെന്ന് എനിക്ക് മനസ്സിലായതോടെ ഞാൻ അവനെ പിടിച്ചു വെച്ചു. ഇങ്ങോട്ട് വരൂ, നിന്റെ ബാറ്റിങ്ങിൽ മാത്രം ശ്രദ്ധിക്കൂ എന്ന് ഞാൻ പറഞ്ഞു. ആ ദിവസങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ ഇപ്പോഴും ശരിക്കും എനിക്ക് രോമാഞ്ചമാണ് തോന്നുന്നത്. ഇങ്ങനെയാണ് ശാസ്ത്രി പറഞ്ഞത്. ഓസ്ട്രേലിയ പരമ്പര സ്വന്തമാക്കിയെങ്കിലും വിരാട് കോഹ്ലി എന്ന ബാറ്റിംഗ് പ്രതിഭയുടെയും ഇന്ത്യയുടെ ഭാവി നായകൻ്റെയും ഉദയത്തിന് സാക്ഷ്യം വഹിച്ച ഒരു പോരാട്ടം തന്നെയായിരുന്നു 2014, 2015 കാലഘട്ടത്തിലെ ആ ബോർഡർ ഗവാസ്കർ ട്രോഫി.